ഹലോ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വന്നേ. നമ്മൾ ആര്യങ്കാവ് കഴിഞ്ഞിട്ട് നേരെ ഡയറക്റ്റ് പോയത് രാമേശ്വരത്ത് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ രാമേശ്വരം എത്താറായപ്പോൾ ഉള്ള വീഡിയോസാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വഴി ഒരുപാട് തെറ്റി, നമ്മൾ ചുറ്റി വളഞ്ഞ് എങ്ങനെയൊക്കെയോ ആണ് വന്നത്. അപ്പോൾ കുറേ വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസിലെത്തി. നമ്മൾ ആക്ച്വലി റൂം ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ലൊക്കേഷൻ അയച്ചത്. അതിനനുസരിച്ചാട്ടോ നമ്മൾ വന്നത്. ഇത് ആ ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ അവിടെ അപ്പൂപ്പനുമായിട്ട് ഗൗരി അടിയുണ്ടാക്കി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2 റൂമാട്ടോ എടുത്തത്. എന്നിട്ട് നമ്മൾ ഫ്രഷപ്പ് ആയിട്ടാണ് അവിടെ നിന്ന് ക്ഷേത്രത്തിലോട്ട് പോയത്. രാമേശ്വരം ക്ഷേത്രമാണ് കേട്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ടൊക്കെ കയറി അവിടെയുള്ള വീഡിയോസും ക്ലിപ്സും ഒക്കെയാണ് നിങ്ങളെ കാണുന്നത്. ഒരുപാട് ആർട്ട് വർക്കുകളും പിന്നെ ഒരുപാട് കല്ലുകൊണ്ട് ഒരുപാട് സംഭവങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്, ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്നും നമ്മൾ വാങ്ങിച്ചൊന്നും ഇല്ല, എന്നാലും വീഡിയോ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞ് എല്ലാം വീഡിയോ എടുത്ത് വെച്ചതാണ്. നമ്മൾ എല്ലാവരും കൂടെ ഫ്രണ്ടിൽ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടനാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. സാധാരണ ഞാനാണ് വീഡിയോ എടുക്കാറ്. ഇന്നിപ്പോൾ ചേട്ടനാണ് വീഡിയോ എടുക്കുന്നത്. വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആക്ച്വലി അവിടെ എത്തിയത് ഏകദേശം നട അടയ്ക്കാറായ ഒരു സമയത്തായിരുന്നു. കാരണം 9 മണി വരെയൊക്കെ അങ്ങനെ ഉള്ളൂ. നമ്മളൊരു 8 സംതിങ് ഒക്കെ ആകുമ്പോഴാണ് നമ്മളവിടെ എത്തിയത്. അപ്പം നമ്മൾ വിചാരിച്ചത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. തിരക്കുണ്ടായിരുന്നു, പക്ഷെ എന്നാലും നമ്മൾ വിചാരിച്ചത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായി കണ്ട് പ്രാർത്ഥിക്കാനും സമയമെടുത്ത് നല്ലപോലെ ദർശനം കിട്ടുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അമ്പലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഏകദേശം ഒരേപോലെയാണ്. അതുകൊണ്ട് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ, എങ്ങനെ ഇറങ്ങണം, ഏതിലൂടെ പോകണം എന്നൊക്കെ. ഇത്രയൊക്കെ തിരക്കുണ്ടായിരുന്നുള്ളൂ കേട്ടോ, അധികം ഒന്നുമില്ലായിരുന്നു. നല്ലപോലെ പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. അതിൻ്റെ ഇടയിൽ ഭസ്മൊക്കെ തൊട്ട് തരാണ് ചേച്ചി. ഭസ്മൊക്കെ തൊട്ട് തരുന്നതിൽ ആർക്കും ഒരു കുറവില്ലായിരുന്നു. നെറ്റ് മൊത്തം വരച്ച് അതുപോലെ ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് എല്ലാവരുടെ നെറ്റിമേലും ഇങ്ങനെ കുറിയെല്ലാം തൊട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസ് എടുത്ത് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടാട്ടോ നമ്മൾ പോയത്. അന്ന് പിന്നെ പുറത്തുനിന്ന് കറങ്ങാനൊന്നും നിന്നില്ല കേട്ടോ. പുറത്ത് സ്ഥലങ്ങൾ കാണാനോ അങ്ങനെയൊന്നും നിന്നില്ല. രാത്രിയല്ലേ, പരിചയമില്ലാത്ത സ്ഥലവും ഫാമിലി ആയിട്ടല്ലേ വന്ന്. അപ്പോൾ നമ്മൾ വേഗം തിരിച്ച് റൂമിലോട്ട് പോയി. റൂമിൽ പോയിട്ടാട്ടോ ഫുഡ് കഴിച്ചത്. പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് പോയതാണ്. ഫുഡിനൊക്കെ ഭയങ്കര റേറ്റ് ഉണ്ട് കേട്ടോ അവിടെയുള്ള. ആക്ച്വലി എനിക്ക് തീരെ വയ്യായിരുന്നു. അപ്പം നമ്മൾ റൂമിൽ പോയി മരുന്നൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് ഞാൻ കിടന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ പുതിയ വീഡിയോ ആയിട്ട് വേറെ സ്ഥലത്തിലോട്ട് പോയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബായ്.